ഉച്ചത്തെ ലഞ്ച് കലായി. ഇതാ നോക്കുക, എല്ലാ സാധനങ്ങളും സാമ്പാർ, പിന്നെ മാങ്ങാക്കറി, അതുപോലെ ആലു ഫ്രൈ, പുതിന മല്ലിയില ചട്നി, കൊണ്ടാട്ട മുളക്, സ്ക്രാമ്പിൾഡ് എഗ്, ദഹി, തൈര്, ചോറ് എല്ലാം തയ്യാറാണ്. ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കിയത് നിങ്ങൾ അറിയണ്ടേ? അടുക്കളയിലേക്ക് വരുമോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ടത് സാമ്പാർ ഉണ്ടാക്കാൻ പോകണത്. സാമ്പാറിന് പരിപ്പ് ഞാൻ വേവിച്ചു. ഇതേ ഒരു തക്കാളിയുടെ കഷ്ണം എടുക്കും കേട്ടോ, ഒരു കഷ്ണം. അതായത് ഇത് കുക്കർ സാമ്പാറാണ്. കുക്കർ സാമ്പാർ എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പം ഉണ്ടാക്കാൻ നോക്കാം. ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചോ. നോക്കൂ, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, പിന്നെ ചേന, കായ, അങ്ങനെ ഓരോ കഷ്ണങ്ങളെല്ലാം ഉണ്ട് അതിൽ. അതെല്ലാം കൂടി അരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ അതിൽ ചെല്ലട്ടെ. വേറെ ഒന്നും വേണ്ട. ഒരു തക്കാളി ഇട്ടു. അങ്ങനെ പരിപ്പും ആ കഷ്ണങ്ങളൊക്കെ ഇട്ടു. ഇനി എന്താ ചെയ്യണമെങ്കിൽ സാമ്പാർ പൊടി കഴിഞ്ഞു. പാക്കറ്റ് അങ്ങോട്ട് കാലിയാക്കി. ആ സാമ്പാർ പൊടിയിലെ പാക്കറ്റ് ഞാൻ അതിലിട്ട് വറക്കാനൊന്നും പോയില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കിയല്ലേ. ഇനി അതിൽ പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം ഒഴിക്കാൻ വേണ്ടി പുളി ഞാൻ കുതിരിയിട്ടുണ്ട്. അത് നോക്കട്ടെ. പുളി പിഴിഞ്ഞിട്ട് അതിൽ ഒഴിക്കുക കേട്ടോ. പുളി പിഴിഞ്ഞ് ഒഴിക്കുക. കുറച്ചും കൂടി പുളി സത്ത് പോരട്ടെ. പുളി ഇത്തിരി ഇട്ടിട്ടുള്ളൂ, ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഉപ്പിടുക. ഉപ്പിട്ടുള്ളൂ, ആവശ്യമുള്ള ഉപ്പിട്ടുള്ളൂ. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടണ്ട കേട്ടോ. അത് കഴിഞ്ഞ് ഇളക്ക് ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ കുക്കർ വയ്ക്കുക. വെച്ചിട്ട് അടുപ്പിൽ വയ്ക്കുക കുക്കർ. 5 മിനിറ്റിനുള്ളിൽ സാമ്പാർ. നോക്കിക്കോ, എത്ര ഈസിയാണ്. നോക്കൂ, ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആലു ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കണം. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണത് വിഷമല്ലേ. ഇന്നൊരു ചേഞ്ച് ആവട്ടെ, നോർത്ത് ഇന്ത്യൻ ആലു ഫ്രൈ. അപ്പം ഞാൻ ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചു. അപ്പം അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ, നാളെ കൂട്ടാൻ വയ്ക്കണം നാളികേരം, ചെമ്മീൻ കൂട്ടാൻ വയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നാളികേരം വറുക്കണം കേട്ടോ. ആ നാളികേരം വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്മീൻ കൂട്ടാൻ്റെ കാര്യങ്ങൾ പിന്നെ പറയാം. ചെമ്മീൻ കൂട്ടാൻ നാളെ ഞാൻ ഉണ്ടാക്കണുള്ളൂ, ഇന്ന് ഉണ്ടാക്കണില്ല. ഇന്ന് ഇവിടെ കറണ്ടൊന്നുമില്ല. അത് കാരണം ഇതാ നോക്കൂ, അത് നാളികേരം നല്ല പോലെ മൂത്തതിന് ശേഷം നമുക്കത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഒരു കേടും വരില്ല, കാലങ്ങളോളം ഇരിക്കും. 1 മാസം അടങ്ങിയിരിക്കും കേട്ടോ. ഓണം, വിഷുവൊക്കെ ഉത്സവങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചാൽ വിഭവങ്ങളൊക്കെ എളുപ്പം ഉണ്ടാക്കാം. ഇതാ നാളികേരം വറുത്തു. ഇനി അത് മാറ്റി വെച്ചു. ഇതാ ഉരുളക്കിഴങ്ങാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതേ ഫ്രൈങ് പാൻ മതി, അത് കഴുകൊന്നും വേണ്ട. നാളികേരം വറുത്തല്ലേ. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങിൽ നോക്കൂ, ഇത്തിരി ഉപ്പിട്ടു, മുളകിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. കംപ്ലീറ്റ് അങ്ങോട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തു. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി. അധികം മുളകില്ല കേട്ടോ, ഒരു തരി മുളക്. നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം അങ്ങോട്ട് നിൽക്കുമ്പോൾ എന്താ ഭംഗി നോക്കുക. ആലുകൂട്ടന്മാരെ എന്ത് സുന്ദരന്മാരായി നോക്കൂ. ഇനി ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു തുള്ളി വെളിച്ചെണ്ണേ വേണ്ടു. അത് അതിൽ വെച്ചു. ചൂടായപ്പോൾ 2 അതിൽ കറിവേപ്പില ഇട്ടു. കറിവേപ്പിലയുടെ ഗുണങ്ങൾ അറിയാലോ, അപ്പം എല്ലാത്തിലും കറിവേപ്പില ഇട്ടോളൂ കേട്ടോ. നല്ല സ്മെല്ല് വരും. അതിന് വേണ്ടി ഞാൻ കറിവേപ്പില ഇട്ടു. അത് ഇനി അവിടെ കിടന്ന് കാലായിക്കോളൂ കേട്ടോ. അതിന് ഒരു സ്പെഷ്യൽ നോട്ടമൊന്നും വേണ്ട, കരിയാതെ നോക്കിയാൽ മതി. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയ കാരണം ഒരു കുഴപ്പമില്ല. ഇപ്പുറത്ത് ചോറ്, അരി, സാമ്പാർ കലായി കഴിഞ്ഞു. സാമ്പാറിൽ കടുക് വറുത്തിടണം. സാമ്പാറിൽ കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ സാമ്പാർ ചെയ്ത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളയ്ക്കണം. കുക്കറിൽ വെച്ച് തിളച്ചതാണ്. സാമ്പാറൊക്കെ തയ്യാറായി, എല്ലാ വെജിറ്റബിൾസും വെന്തു. പക്ഷെ എന്നാലും ഒന്ന് വെച്ച് തിളയ്ക്കാം. നമുക്ക് സമാധാനമായിട്ട് കറിവേപ്പില ഇടാം കേട്ടോ. ഒന്ന് തിളക്കട്ടെ. കഴിഞ്ഞാൽ ഇനി കടുക് വറുത്തിടണം. അത് കരണ്ടി എടുത്തു, കരണ്ടി വെച്ചു. അതിൽ ഉലുവ, മുളക്, കായം, കടുകൊക്കെ ഇടണം കേട്ടോ. ഉലുവ ഇട്ടു ആദ്യം. കടുക് ഇട്ടു, മുളകിട്ടു. മുളക് 2 ഇട്ടു കേട്ടോ. മുളക് സാമ്പാറിന് നല്ലതല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെളിച്ചെണ്ണ വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. സാമ്പാർ വറുത്തിടില്ല. 2 കരിവേപ്പില ഇടണം വറുത്തിടുന്നതിൽ. കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് കടുക് പൊട്ടിയ സാമ്പാറിൽ ഒഴിക്കുക കേട്ടോ. കടുക് പൊട്ടി സാമ്പാറിൽ വെച്ചു. സാമ്പാർ റെഡി. നോക്കൂ, 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ലേ സാമ്പാറിന്. കണ്ടോ, ഇങ്ങനെയാണ് സാമ്പാർ. അല്ലെങ്കിൽ കഷ്ണം വേവിച്ച്, പുളി ചേർത്ത്, തിളച്ച് സാമ്പാർ കലാക്കി വരാം. അതവിടെ ആലു ഏതാണ്ട് തയ്യാറായി. ആലു ഫ്രൈ ആയി, ചുമന്ന ഗോൾഡൻ കളർ വന്നു. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയോ? ഭയങ്കര ടേസ്റ്റ്. അത് അതിലേക്ക് ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടാ, ബൗളിലേക്ക് മാറ്റി. അത് ഇനി കാണിച്ചു തരാം. ഇനി ഒരു മുട്ട പൊരിക്കാമെന്ന് ചോദിച്ചില്ല. മുട്ട സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഇതാ ഉള്ളി അരിഞ്ഞു. ഫ്രിഡ്ജിലല്ല, ഫ്രൈങ് പാനിലിട്ടു. 1 മിളക് അരിഞ്ഞിട്ടു. 2 മിളക്, 2 പച്ചമുളക് എടുത്തിട്ട് അരിഞ്ഞിട്ടു. അത്രമാത്രം ഉണ്ട്. 2 കരിവേപ്പില അരിഞ്ഞിടുക. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊന്ന് വാട്ടി കിട്ടിട്ട് പച്ചച്ചോയ മാറട്ടെ ഉള്ളിയുടെ. അല്ലെങ്കിൽ വിരോധമൊന്നുമില്ല, അപ്പം തന്നെ മുട്ട ഒഴിക്കാം. ഞാൻ അതങ്ങനെ ചെയ്തു. കറിവേപ്പില മുറിച്ചിട്ടു കേട്ടോ. ഞാൻ കൈകൊണ്ട് പിച്ചി ചെയ്തിട്ടു. ഇനി ഇവിടെ മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും ചട്നി ഉണ്ടാക്കാനാണ് പോകുന്നത്.
നല്ലൊരു ചട്നിയാണ്, വയറിന് ഏറ്റവും ബെസ്റ്റാണ്. അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. ഇതെല്ലാവരും നോക്കണം കേട്ടോ. മല്ലിയില, പുതിനയുടെ ഇല ഇട്ടു, ഇഞ്ചി ഇട്ടു, അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ടു, അരച്ചു. ഇതാ നോക്കൂ, എന്താ ഭംഗി, എന്താ ഭംഗിയാ പുതിയ ചട്നിയുടെ. ടേസ്റ്റ് മാത്രമല്ല, വയറിനും വായിക്കും വളരെ ഉത്തമം. ഇവിടെ ഇതാ ഉള്ളിയൊക്കെ വഴറ്റി ഇനി മുട്ട അതിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. 2 മുട്ട എടുത്തുള്ളൂ ചേട്ടാ. മുട്ട സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കണോ, 2 മുട്ട. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണു, ഉപ്പിട്ടു. ഇനി ഒരു പടിയില്ലേ, നമുക്ക് അടിക്കൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഗംഭീരായി മുട്ട സ്ക്രാമ്പിൾഡ് കിട്ടി. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റണം. അങ്ങനെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ചോറ് നോക്കട്ടെ, ചോറിന് വേവൊന്നും ആയിട്ടില്ല. വെന്തു 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 കുറച്ചൊക്കെ ആയി. ഇളക്കി നോക്കിയാൽ ഞാൻ വെള്ളം ഒഴിച്ചു, ചോറ് ഒന്നും കൂടി അടുപ്പി വെച്ചു, വേവട്ടെ, നല്ലോണം വേവട്ടെ. ഞാൻ അടച്ചു വയ്ക്കുക. ഇനി അത് വാർക്കണം. ദേ വാർത്തു ഇതെങ്ങനെ വാർക്കണമെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ലഞ്ചുകളായി. ഇതൊക്കെ ചോറ്, മട്ട അരി ചോറ്, സ്ക്രാമ്പിൾഡ് എഗ്, നല്ല കണ്ണിമാങ്ങ, ഇൻസ്റ്റന്റ് അച്ചാറ്, പുതിന ചട്നി, പുതിനയും മല്ലിയുടെ ഇലയായിട്ട് ചട്നി. നോക്കൂ എന്താ രസം കാണാൻ. നല്ല മിൽക്കി വിക്കീസിന്റെ തൈര്, ഉഗ്രം തൈരാട്ടോ പറയാൻ. കൊണ്ടാട്ടമുളക്, എന്റെ കൊണ്ടാട്ടമുളകാട്ടോ, അതുപോലെ കൊണ്ടാട്ടമുളക് ഞാൻ ഉണ്ടാക്കിയ കൊണ്ടാട്ടം. ഇതാണ് സ്പെഷ്യൽ ഐറ്റം. നോക്കൂ, ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം ആലു ഫ്രൈ. നോർത്ത് ഇന്ത്യൻസിന് ആലു ഫ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആലു ഭിണ്ടി, ആലു ഫ്രൈ, അങ്ങനെ അതിലവർ മസാലയൊക്കെ ചേർക്കും. ഞാൻ മസാലയൊന്നും ചേർത്തിട്ടില്ല, വെറുതെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയാട്ടോ. നോക്കൂ എന്താ ഇത് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഞാൻ ഒരു കഷ്ണം തിന്നു, ഭയങ്കര സ്വാദ്. കുക്കർ സാമ്പാർ, എന്താ സാമ്പാറിന്റെ മണം. വല്ല കുഴപ്പമുണ്ടോ ഈ സാമ്പാറിന്? എനിക്കൊരു കുഴപ്പം തോന്നുന്നില്ല കേട്ടോ. എളുപ്പകാരം. അങ്ങനെ നമ്മുടെ ലഞ്ച് വേലായി. എല്ലാവരും ഊണ് കഴിച്ചോളൂ കേട്ടോ. ശരി.